يا ما ليالي ياما وانت مش معايا انا كنت بحلم بيك معايا دلوقتي മീഷോയേക്കാൾ വില കുറവിലുള്ള ഒരു വെബ്സൈറ്റ്. സാധാരണ മറ്റ് ഇ കൊമേഴ്സ് സൈറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ മീഷോയിലാണ് ഏറ്റവും വില കുറവ് കാണിക്കുന്നത്. എന്നാൽ അതിനേക്കാളും വില കുറവിൽ നമുക്ക് മറ്റേ ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കത് ട്രൈ ചെയ്യാൻ ഭയങ്കരമായൊരു തുര ഉണ്ടാവുകയും ആ തുരയിൽ നിന്നാണ് ഞാൻ ഈ പെട്ടി സാധനം വാങ്ങിക്കുകയും ചെയ്തത്. 9 രൂപ, 10 രൂപ, മറ്റേ 3, 4 ആ റേറ്റിലൊക്കെ കുറെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, ഇത് നമുക്ക് വർത്ത് ആവുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പൊ ഞാൻ ഓരോ പ്രൊഡക്റ്റിന്റെയും എത്ര രൂപയായി എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കവറാണ്. ഇത് ഞാൻ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഈ മഴ സമയത്ത് അവര് ഫോൺ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം ഫോൺ നനഞ്ഞ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ ഒരു ടാഗും വരുന്നുണ്ട്. സോ ഇത് ആക്ച്വലി നമുക്ക് അണ്ടർ വാട്ടർ ഷൂട്ടിന്, അതായത് നമ്മൾ വെള്ളത്തിന്റെ അടിയിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ളൊരു ഐറ്റം. അല്ലെങ്കിൽ മഴ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ, നമുക്ക് പുറത്ത് ഇറങ്ങി നിന്ന് നമ്മുടെ ഫോണിൽ വെള്ളം കയറാണ്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണിത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് തുറന്നിട്ട് ഇതിനകത്ത് ഫോൺ ഇട്ടിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പല ജലാശയങ്ങളൊക്കെ കാണുമ്പോൾ ഇതിനടിയിൽ എന്താണെന്ന് അറിയാൻ നമുക്കൊരു ഒരു ഇത് വരുമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മഴയൊക്കെ ക്യാപ്ചർ ചെയ്യാനും പുറത്തിറങ്ങി നിന്ന് വീഡിയോ എടുക്കാനും, അല്ലെങ്കിൽ നമുക്ക് മഴയത്ത് നമ്മുടെ ഫോണിനൊരു സേഫ്റ്റി മെഷർ എന്നോണം നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഇന്നലെ തന്നെ ഞാനും ഇക്കായും കൂടെ ഒരു ട്രയൽ നടത്തി. ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഒന്ന് ഇറക്കിയായിരുന്നു. എൻ്റെ ഐഫോൺ തന്നെയാണ് ഇറക്കിയത്. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. സോ ഇത് ഫ്രം മൈ സൈഡ് ഇതൊരു അപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി വല്ല കായലോ കുളമോ കണ്ടാൽ അതിലൊന്ന് മുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ റേറ്റ് ഞാനിവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പീലറാണ്. ആക്ച്വലി ഇതിൽ മാംഗോ പീലർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യുന്ന ഒരു പടം. പിന്നെ സൈഡിൽ ഒരു മാംഗോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ഇതും അത്യാവശ്യം നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു പീലറാണ്. ഇതിന്റെ കളറും കൊള്ളാം, ഇതിന്റെ ക്വാളിറ്റിയും കൊള്ളാം. ഞാൻ ഇത്രയും നേരമായിട്ട് ആപ്പിന്റെയോ വെബ്സൈറ്റിന്റെയോ പേര് പറഞ്ഞില്ല. അത് ഞാൻ മറന്നുപോയതാണ്, അല്ലാതെ സസ്പെൻസ് ഒന്നും ഇട്ടതല്ല. ഇതിന്റെ പേര് ഡിയോഡാപ്പ് എന്നാണ് കേട്ടോ. ഡിയോഡാപ്പ് ഞാൻ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. സോ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതായിരുന്നു കുറച്ചുകൂടി ഈസി. അതിനകത്ത് കുറച്ച് ജ്വല്ലറി പീസുകൾ ഞാൻ കണ്ടു. ഫസ്റ്റ് ഞാൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഞാൻ അത് അത്ര ശ്രദ്ധിച്ചില്ല. ആപ്പ് എടുത്തപ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ കുറെ ജ്വല്ലറി പീസുകളൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഞാനിത് നേരത്തെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. ഭയങ്കര റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ക്വാളിറ്റിയുടെ കാര്യം അറിയില്ല. സോ എന്തായാലും അവിടെ നിന്ന് കുറച്ച് ജ്വല്ലറീസ് ഞാൻ ഉടനെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും. ആപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഒക്കെ പിൻ ചെയ്ത് കൊടുത്തിരിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സാധനം ഒരു എയർ ഫ്രഷ്നർ ആണ്. ലാവെൻഡർ വിത്ത് നീം. നല്ല മണം, നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇതിന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് ഒരു ധാരണയില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇക്ക ഇത് കണ്ടപ്പോ ഇത് എന്താണെന്ന് അറിയാതെ കുറച്ചു നേരം ഇതിങ്ങനെ എടുത്തു വെച്ച് നോക്കി. എന്നിട്ട് എടുത്ത് ചോദിച്ചു, ഇത് നഖം വെട്ടുന്നതാണോ? ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എങ്ങനെയാണ് നഖം വെട്ടുന്നതായിട്ട്? കാരണം ഇത് കാണുന്നവരൊക്കെ ചോദിക്കുന്നത് ഇത് നഖം വെട്ടുന്നതാണോ, നഖം വെട്ടുന്നതാണോ? പക്ഷെ ഇത് നഖം വെട്ടുന്നതല്ല. നഖം എങ്ങനെയാണ് ഇത് വെച്ച് വെട്ടാൻ പറ്റുക? ഇത് ആക്ച്വലി നമ്മുടെ കേളറാണ്. അതായത് നമ്മുടെ കണ്ണിലെ പീലി കേൾ ചെയ്യുന്ന സാധനമാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കേളർ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ പീലി ഇങ്ങനെ പൊക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണിത്. ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എനിക്ക് അറിയില്ല. പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും വൃത്തി. അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം.
അടുത്ത പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. വണ്ടർ ഫ്രഷ് ഡ്രെയിൻ ക്ലീനർ പൗഡർ ആണിത്. പൗഡറാണ്. അപ്പൊ ഇവർ പറയുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ മറ്റേ ബ്ലോക്ക് ആയിരിക്കുന്ന ബ്ലോക്ക് ഒക്കെ മാറും എന്നാണ് പറയുന്നത്. ബ്ലോക്ക് ആയിട്ടുള്ള ഡ്രെയിനുകളൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ 50 ഗ്രാമിന് ഈ ഒരു വിലയ്ക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് വീട്ടില് അത്യാവശ്യം മേടിച്ച് ഒരു എമർജൻസിക്ക് വേണ്ടി വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അടുത്ത സാധനം സോക്സ് ആണ്. ഒരു പെയർ ഓഫ് സോക്സ്. അതെ, ഇന്ന കളർ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് ത്വര കൂടുതലുള്ള ആളായതുകൊണ്ട് അങ്ങ് ഓർഡർ കൊടുത്തു, വരട്ടെ പുല്ല് എന്ന് വിചാരിച്ചു. പക്ഷെ വന്നപ്പോ നല്ല കളറ്, ഓറഞ്ച് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇക്കാക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇക്കാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓറഞ്ച് കളറില് മറ്റേ പൂവും കായും ഒക്കെ ഉണ്ട്. പിങ്ക് പൂവ്, മഞ്ഞ മറ്റേ തണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കാക്ക് അവരുടെ ഒരു എസ്തെറ്റിക്സിന് ഇത് പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇത് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് എടുത്തോണ്ട് പോയനെ. ഇനി രാത്രി ഞാൻ ഇത് ഇട്ടുകൊണ്ടായിരിക്കും ഉറങ്ങുന്നത്. അടുത്ത സാധനം എന്ന് പറയുന്നത് ലിന്റ് റിമൂവർ ആണ്. സ്വെറ്റേഴ്സിനും അതുപോലെ തന്നെ വൂളൻ സ്വെറ്റേഴ്സിനും. എന്റെ കയ്യിൽ സ്വെറ്ററും ഇല്ല, വൂളൻ സ്വെറ്ററും ഇല്ല. പിന്നെ ഞാൻ എന്തിന് ഇത് വാങ്ങിച്ചെന്ന് എനിക്ക് വലിയ ധാരണയുമില്ല. ഇത് ലിന്റ് റിമൂവർ ആണ്. അതായത് നമ്മുടെ തുണിയിൽ മറ്റേ നാരുകളൊക്കെ കാണുമല്ലോ. തുണി കുറെ നാള് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ ചെറിയ നാരുകളൊക്കെ വരും. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ആ നാരുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആ എക്സ്ട്രാ നാരുകളൊക്കെ ഇതാ കണ്ടോ. സോ ഇതിനകത്ത് ഇഷ്ടം പോലെ നാരുകൾ പൊങ്ങി നിൽപ്പുണ്ട്. സോ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ നമുക്ക് വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബാക്കി വരുത്തിയതിലൊന്നും ഒരു പ്രശ്നമില്ല, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. വർത്ത് ദ മണി. പക്ഷെ ഈ സാധനം, അതായത് എനിക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ള ഒരു സാധനമായിരുന്നു ഒരു സ്റ്റാൻഡ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു മൈക്രോഫോൺ സ്റ്റാൻഡ് ആയിരുന്നു. ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വില കൂടുതലുള്ള സാധനം 58, 55, 60 എത്രയായിരുന്നു അതിന്റെ റേറ്റ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് പൊട്ടിപ്പോയി, കണ്ടോ? ഈ എൻഡ് നിങ്ങൾ കണ്ടോ? ആൻഡ് ഇത് കണ്ടോ? ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. മുകളിലത്തത് ഡാമേജ് ആണ്. നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫോൺ ഇരിക്കില്ല. ഇത് ശരിയാക്ക. അപ്പം ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഇപ്പൊ പൊട്ടി ഇങ്ങ് കയ്യിൽ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കളയാം, ഒരു ടെൻഷനും വേണ്ട. ഈ ഒരു സാധനം ഒഴിച്ചാൽ ബാക്കി ഞാൻ വാങ്ങിച്ചതെല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വിലയുള്ള സാധനം ഇതായിരുന്നു. സോ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ ഷാനു സെയിങ് ബൈ.